ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നമുക്കിന്നൊരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ലെമൺ ഫ്ലേവറിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് നോക്കാം. 250 ml കപ്പിന് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ടൊന്ന് മാറ്റി വെക്കാം. 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബൗളെടുത്ത് അതിലേക്ക് 5 മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് 125 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലേവറിന് ലെമണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ലെമൺ എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ തൊലിയൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലെമണിൻ്റെ ഒരു പകുതിയോളമൊക്കെ അതിൻ്റെ സ്കിൻ എടുക്കുന്നുണ്ട്. ഒരു ലെമണിൻ്റെ ജ്യൂസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്ത് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിത് സ്റ്റൗവിലാണ് ചെയ്തെടുക്കുന്നത്, ഓവനിലൊന്നുമല്ല. ഒരു അടി കട്ടിയുള്ളൊരു പാൻ എടുത്ത് അതിലിതുപോലെ ഒരു റിങ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇത് അടച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി ഒരു സ്റ്റിക്ക് എടുത്ത് നോക്കുക, കുത്തി നോക്കാം. ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.
നമ്മുടെ കേക്ക് ഇപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.